എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ താനീ കാണിക്കുന്നേ? എഴുന്നേറ്റ്. വേണ്ട വരുൺ, ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്നോട്ടെ. എടോ കാര്യം പറ എന്താണെന്ന്. അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാ. മുറിയിലിരുന്നാലും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. വരുണൊന്ന് കണ്ണടയ്ക്കാനോ ഉറങ്ങാനോ പറ്റില്ല. താൻ കരയുമ്പോൾ ഉറങ്ങണമെന്ന് നിർബന്ധമുള്ള ആളാണോ ഞാൻ? അതെന്ത് മനസ്സിലാക്കലാടോ? എനിക്ക് മനസ്സിലാവുന്നില്ല വരുൺ. വിരൽ തുമ്പിന്റെ അറ്റം വരെ എത്തിയിട്ടും ഒരു തവണ ഇപ്പൊ ദാർദിച്ചിട്ട് കയ്യിൽ നിന്ന് വീണ്ടും അമ്മയുടെ അന്വേഷണത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു, സംസ്ഥാനം നിറയെ പോലീസ് അന്വേഷണം നടക്കുന്നു, എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്താ അമ്മ തിരിച്ചു വരാത്ത? ഇന്ന് എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റാത്ത? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എടോ, കാണാതെ പോയവരെ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു വിവരം പോലും കിട്ടാത്ത എത്രയോ പേരുണ്ട്. എടോ, നമുക്കിവിടെ തളരാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് മനസ്സിന് ധൈര്യം കൊടുക്കുന്നതാ. താൻ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, തൻ്റെ മനസ്സിലും തൻ്റെ അമ്മയുടെ മനസ്സിലും പൊതുവായിട്ട് ഒരു കാര്യമുള്ളത് ഭഗവാൻ കൃഷ്ണനോടുള്ള ഒരു ഭക്തി. അത് തോറ്റുപോകുന്ന ഒന്നാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോടോ? ആ, കാണാമറയത്ത് എവിടെയെങ്കിലും ഇരുന്ന് ആ അമ്മ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. തൻ്റെ മനസ്സിൽ ഓരോ നിമിഷവും അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നുള്ള കാര്യം എനിക്കും അറിയാം. അതങ്ങനെ തട്ടിക്കളയലടോ. ഞാൻ ഉറപ്പാ പറയുന്നേ. എന്തായാലും കഴിച്ചോ? കള്ളം പറയുമ്പോഴേ എന്തെങ്കിലും പെട്ടെന്ന് മറുപടി ഉണ്ടാവുക. ഇന്ന് മേലാൽ ആ കള്ളം ഇങ്ങോട്ട് വേണ്ട. കുറച്ചെന്തെങ്കിലും കഴിച്ചേക്കാം. വരുൺ വേണ്ട. രണ്ട് പിടി. ഞാൻ വയ്യാതിരിക്കുമ്പോ എന്നെ നിർബന്ധിക്കാറില്ലേ? അതുപോലെ. ശരി, ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, അവിടെ ഇരിക്കും. അതേ, എന്റെ പെണ്ണിന് എന്തെങ്കിലും വന്നാൽ നോക്കാനായിട്ട് എനിക്കറിയണ്ടേ? അവിടെ ഇരിക്കും. കറി വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, ഇത് മതി. എന്നാ കഴിക്കും കഴിക്കും. തന്റെ ദൈവത്തിനെ താൻ വിശ്വസിക്കുന്നുണ്ടോ? അതല്ലാതെ പിന്നെ എന്തിന്റെ ബലത്തിലാണ് ഞാനിങ്ങനെ നടക്കുന്നത്? അങ്ങനെയാണെങ്കിലേ അമ്മയുടെ കാര്യം പരിപൂർണമായിട്ട് ദൈവത്തിന് അങ്ങ് ഏൽപ്പിക്കും. അമ്മ തൻ്റെ അടുത്ത് വരേണ്ട സമയമാവുമ്പോൾ ദൈവം കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും. ഞാൻ കൂടെ തന്നെ ഉണ്ടോ?